ഷിംല കരാറൊക്കെ എഴുതി ഒപ്പിട്ടു എന്നെങ്കിലും അത് ആ രൂപത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല. LOC എന്നുള്ള കാര്യത്തിൽ മാത്രം ഈ ഇന്റർനാഷണൽ ബോർഡർ വേണം എന്നുള്ള ഒരാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഷിംല കരാർ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാലും അത് ഇന്ത്യയെ സംബന്ധിച്ച് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഈ വ്യോമ അതിർത്തി അല്ലെ, വ്യോമ തടസ്സം, പാത തടസ്സപ്പെടുത്തുക എന്നത് മാത്രം ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ആക്രമണമുണ്ടായ ഘട്ടത്തിൽ, ജിദ്ദയിൽ നിന്ന് മടങ്ങുന്ന ഘട്ടത്തിൽ ആ വ്യോമപാത ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു വഴിയിലൂടെ പോകാൻ പറ്റും, പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു BSF ജവാൻ അവിടെ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് രൂപത്തിലാണ് ഇനി പരിഹരിക്കപ്പെടുക എന്നുള്ള വിഷയം. കാരണം അഭിനന്ദൻ വർത്തമാൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ എത്രത്തോളം ചർച്ചകൾ നടത്തേണ്ടി വന്നു, എത്ര കഴിഞ്ഞിട്ടാണ് വിട്ടുകിട്ടിയത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയും സങ്കീർണമായ സാഹചര്യത്തിൽ ആ ജവാൻ ഫിറോസ്പൂരിലെ അതിർത്തിയിൽ നിന്നും അബദ്ധത്തിൽ അപ്പുറത്തേക്ക് പോയതാണ്, പാകിസ്ഥാൻ്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു. അതിൽ ഒരു ആശങ്ക അവിടെ നിൽക്കുകയാണ്. ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച ഈ തരത്തിൽ അശാന്തി വിതയ്ക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ചെയ്തിരിക്കുന്നതാണ്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ എത്രത്തോളം സമാധാനം നമ്മൾ ആഗ്രഹിച്ചു, എത്രത്തോളം നമ്മൾ ക്ഷമ കാണിച്ചു, അത്രത്തോളം അവർ തിരിച്ച് ആ രൂപത്തിലല്ല പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ തിരിച്ചടി ഇത് പോരാ എന്നുള്ളത് ആണ് രാജ്യം ഒന്നാകെ ആഗ്രഹിക്കുന്ന കാര്യം.